അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴമയുടെ രുചിക്കൂട്ടുകളടങ്ങിയ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത എല്ലാവരും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഓണം സദ്യ സ്പെഷ്യൽ കാബേജ് തോരനാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഫ്ലെയിം ഓണാക്കി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോൾ ആരോഗ്യത്തിനും നല്ലതാണ്, നല്ലൊരു നാടൻ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ നല്ലെണ്ണയോ വേറെ ഏതെങ്കിലും എണ്ണയോ എടുത്താൽ മതി. എപ്പോഴും നമ്മൾ എണ്ണ ചൂടാക്കുന്ന സമയം ഹൈ ഫ്ലെയിം വെക്കരുത്, മീഡിയം ഫ്ലെയിം തന്നെ വെക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കി വെക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്ന് ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഒരുപാട് ഉഴുന്ന് വാരി ഇടരുത്, വെറും 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഉഴുന്നെല്ലാം ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ച് ഇടുകയോ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞു ചേർക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ വലിയ 4 വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 6 7 ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് സവാളയാണെങ്കിൽ 2 സവാള എടുക്കുക. പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം ഇളക്കി കൊടുക്കാം. ഇനി സവാളയെല്ലാം ഒന്ന് വാടി വരട്ടെ. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. സവാളയെല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കാബേജ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ 1/2 കിലോ കാബേജ് ആണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അളവ് കപ്പിനാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 3 കപ്പ് കാബേജ് ആണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പൊ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാബേജിൽ തന്നെ വെള്ളത്തിന്റെ അംശമുണ്ട്, അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലതുപോലെ ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും. ഫ്ലെയിം കൂട്ടിയിടാതെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ കാബേജ് വേവിച്ചെടുക്കാൻ. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കാബേജ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാബേജ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട്, എന്നാൽ മാത്രമേ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി 5-6 ഇതൾ കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പൊ ചതച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിയായിട്ട് അരഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് തരിതരിപ്പായിട്ട് വേണം ചതച്ചെടുക്കാൻ. ഇപ്പൊ കാബേജ് വേവിക്കാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. ഇപ്പൊ കാബേജ് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി വേവിച്ചെടുത്ത കാബേജിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കാണാൻ ഒരു ഭംഗിക്കും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പച്ചപ്പട്ടാണിയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചപ്പട്ടാണി എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ഗ്രീൻ പീൻസ് ആണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. നമുക്ക് ഇത് കുഴഞ്ഞ പരുവത്തിനല്ല ഇരിക്കേണ്ടത്, നല്ലവണ്ണം ഡ്രൈ ആയി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കുക. കുഴഞ്ഞ പരുവത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി എടുക്കാവുന്നതാണ്. ഇപ്പൊ ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 4-5 ഇതൾ കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. കൈകൊണ്ട് ഞെരടി ഇടുകയോ ഇതുപോലെ മുറിച്ചിടുകയോ ചെയ്യുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ തോരൻ റെഡിയാക്കി എടുക്കാൻ. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന തോരന് അടിപൊളി ടേസ്റ്റ് ആണ്. ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ 1-2 ദിവസം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈർപ്പം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും തന്നെ ഈർപ്പത്തിന്റെ അംശമില്ല. അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുഴഞ്ഞൊന്നും ഇരിപ്പില്ല. അപ്പൊ സാധാരണ നമ്മൾ കാബേജ് തോരൻ തയ്യാറാക്കി എടുക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്